ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഉള്ളി സമ്മന്തി എങ്ങനെ തയ്യാറാക്കാൻ നോക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത്ര ഉള്ളി എടുക്കട്ടോ, ചെറിയ ഉള്ളി. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞ് വൃത്തിയാക്കട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയുണ്ട് ഇപ്പോൾ തൊലി കളയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ തൊലി കളയട്ടോ. ചെറുള്ളിയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ തൊലി കളയലുണ്ട്. ഞാൻ ഇപ്പോൾ കത്തി കൊണ്ട് ഉപയോഗിച്ച് കൊണ്ടാണ് പെട്ടെന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് 10 മണിക്ക് അടുക്കളയ്ക്ക് വന്നപ്പോഴാണ് കറി കൂട്ടാനൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ 10 മണിക്ക് ഇപ്പോൾ ചോറ്റിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഉള്ളി സമ്മന്തി കേട്ടോ തയ്യാറാക്കണത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമ്മന്തി മാത്രം മതി ഈ ചോറ് ഫുള്ള് കഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ ഈ ചോറ്റിക്ക് ഞാൻ ഉപ്പും വെളിച്ചെണ്ണ ഇട്ടുകൊണ്ട് കുഴച്ചിക്കാണ്ടാണ് ഇങ്ങനെ ഈ സമ്മന്തി കൂട്ടൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കും കേട്ടോ. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കാട്ടലുണ്ടല്ലോ, ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ഇട്ടുകൊണ്ട് അലിച്ചിക്കാണ്ട് നമ്മൾ ഉള്ളി സമ്മന്തി ഉണ്ടാക്കിക്കാണ്ട് അങ്ങനെ കൊടുക്കലുണ്ടല്ലോ, അതേപോലെ കേട്ടോ. എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളികളൊക്കെ ഫുള്ളായിട്ടൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചെറിയൊരു വെളുത്തുള്ളി കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 വെളുത്തുള്ളിയൊക്കെ എടുക്കട്ടോ. ഞാൻ ഇപ്പോൾ ഒരു വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഈ ഉള്ളിയൊക്കെ അത് ഫുള്ള് ക്ലീൻ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ ഉമ്മാൻ്റെ അടുത്ത് ഇപ്പോൾ ചീത്ത കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളിയൊക്കെ ഈ ചെറുള്ളിയൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് ചീനാപറങ്കിയാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിലേക്ക് എന്തായി മുളകിന് എന്താ പറയൽ, നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കട്ടെ. ഞങ്ങൾ ഇവിടെയൊക്കെ ചീനാപറങ്കി എന്നാണ് പറയൽ. അപ്പോൾ നമ്മളിതിൻ്റെ ഈ നെറ്റിയൊക്കെ ഫുള്ളായിട്ടൊന്ന് കളഞ്ഞ് വൃത്തിയാക്കണം കേട്ടോ. ഈ ചീനാപറങ്കി ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് കളഞ്ഞ് ഒക്കെ വൃത്തിയാക്കി വെച്ചിക്കിടും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 4 പുളിങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പുളിങ്ങ എടുത്തുകൊണ്ട് ഇങ്ങനെ ഭാഗമായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടുമല്ലോ കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ഈ പച്ചമുളകും ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ഇടുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തിയിട്ട് ഒന്നുകൂടി നടുവിൽ മുറിച്ചിക്കാണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടോ. എന്നാൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. ഞാൻ ഇപ്പോൾ നടുക്കൊന്നും മുറിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് തുള്ളി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അരച്ചിട്ട് പിന്നെ ഉപ്പില്ലെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സമ്മന്തിയൊക്കെ ഫുള്ളായിട്ടൊന്ന് അരച്ച് കൊണ്ടുവന്നിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് കൈയിട്ട് ഇങ്ങനെ ഒരു ഉരുളാക്കി എടുക്കട്ടോ. അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമോ കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഉരുളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഉരുളാക്കിയപ്പോഴാണ് ഓർമ്മ വന്നത് ഇതിലേക്ക് ഒരു കാര്യം കൂടി ഇടാൻ മറന്നിരിക്കണത്. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വരുമ്പോഴാണ് കേട്ടോ ഗായ്സ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് കുഴച്ചിക്കാണ്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടോ നമ്മളെ സമ്മന്തിയൊക്കെ ഫുള്ളായിട്ട് റെഡി ആയിക്കണ്. അപ്പോൾ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്ത് അടിപൊളിയായി വന്നിരിക്കും കേട്ടോ. ഡെക്കറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.